നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ക്യാമറമാൻ ഉത്പൽ വി നായരാണ്. നമസ്കാരം ചേട്ടാ. സിനിഗ്രാം പ്രേക്ഷകർക്ക് എൻ്റെ നമസ്കാരം. കരിയറിൻ്റെ തുടക്കം സംഭവബഹുലമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എവിടെ നിന്നാണ് തുടങ്ങിയത്? ആ യാത്ര എവിടെയാണ് എത്തിച്ച് നിൽക്കുന്നത്? സംഭവബഹുലം തന്നെ, സത്യം അത് തന്നെയാണ്. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടാണ് എൻ്റെ ജന്മസ്ഥലം. സിനിമ ഒരിക്കലും എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. എന്താ പറഞ്ഞാൽ ആ കാസർഗോഡ് നിന്നെല്ലാം അന്ന് ചെന്നൈയിലാണ് സിനിമ മൊത്തം. ചെന്നൈയിൽ എത്തിപ്പെടുക, ജീവിതത്തിൽ ആദ്യം ആഗ്രഹിച്ചത് അന്ന് നസീർ സാറിനെ കണ്ട് തറ ടിക്കറ്റിലിരുന്ന് ടോക്കീസിൽ പോയി സിനിമ കാണുന്ന ഏറ്റവും വലിയ ആഗ്രഹം നസീർ സാറിനെ പോലെ ആകുക. അതല്ലെങ്കിലും ഒരു ആർട്ടിസ്റ്റ്, അഭിനയം, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം. എന്താ പറഞ്ഞാൽ പക്ഷേ എന്തുകൊണ്ടോ ഭാഗ്യത്തിന് ചെന്നൈയിൽ എത്തിപ്പെട്ടു. എൻ്റെ ബ്രദർ ചെന്നൈയിലായിരുന്നു ആ സമയത്ത്. KG ജോർജ് സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ആദ്യം തുടക്കം. മേള, കോലങ്ങൾ, മേനക എല്ലാം ആദ്യമായിട്ട് വന്ന സിനിമയാണ്. അപ്പോൾ അതിൽ തുടക്കമാണ് എൻ്റെ ഏട്ടൻ്റെ. അപ്പോൾ ആ സമയത്ത് ഏട്ടനെങ്ങനെയോ എത്തിപ്പെട്ടു. അപ്പോൾ എനിക്കും ഒന്ന് സിനിമയിൽ പോകണം. അത് എന്താണ്, അഭിനയിക്കാൻ അറിയുമോ എന്ന് ചോദിച്ചാലൊന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല. അഭിനയിച്ച് നാട്ടിലെല്ലാം നാടകത്തിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. എന്നാലും വലിയൊരു ആഗ്രഹം, എന്തായാലും നാലാൾ അറിയുക, ഇതെല്ലാം ഒരു വലിയൊരു സംഭവമല്ല. സിനിമ എന്ന് പറയുന്നത് വലിയൊരു സംഭവം. എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു ആ സമയത്ത്, അമ്മാവൻ പ്രകാശൻ നായനാർന്ന് പറഞ്ഞിട്ട്. മൂപ്പര് കുറേ കാലം ചെന്നൈയിലെല്ലാം വന്ന് ഏതോ ഒരു സിനിമയിലെല്ലാം അഭിനയിച്ച് ഒരു പാട്ട് പാടിയത്. അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് പടം കാണുമ്പോൾ അയ്യോ അതെൻ്റെ അമ്മാവനാണ് എന്ന് അഹങ്കാരത്തോടെ ഞാൻ നിന്ന് പറഞ്ഞ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ അത്ര ആൾക്കാർ അയ്യോ അത് ഇന്നാടെ മരുമകനാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബഹുമാനം ഉണ്ടല്ലോ. അങ്ങനെ അത് അതിമോഹം വന്ന് ആണ് ഞാൻ ചെന്നൈയിലേക്ക് എത്തിപ്പെടുന്നത്. കാസർഗോഡ് നിന്ന് ചെന്നൈയിലേക്ക് പോകുന്നത് അഭിനയിക്കാൻ വേണ്ടിയാണ്, അല്ലെ ക്യാമറമാനാകാൻ വേണ്ടിയല്ല? അല്ല, അഭിനയിക്കാൻ തന്നെ മോഹം. അത് തന്നെ അതിമോഹമായിക്കോട്ടെ. എന്നാലും എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന് മനസ്സിൽ വിചാരിച്ചു. എന്താ പറഞ്ഞാൽ കേട്ടറിവുണ്ട്, രജനീകാന്ത് ഇങ്ങനെ വന്ന ആളാണ്, മറ്റവൻ അങ്ങനെ വന്ന ബസ് കണ്ടക്ടർ ആയിരുന്നു. അതെ, ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ അതുവരെ ഇല്ല. വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ വിദ്യാഭ്യാസത്തോട് താല്പര്യമില്ല, എങ്ങനെയെങ്കിലും എത്തിപ്പെടണം. അതാണ് സിനിമ വലിയൊരു മോഹമായിരുന്നു. ബ്രദർ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു വലിയൊരു ബന്ധമുണ്ട്. ഈസി ആയിട്ട് എനിക്ക് ചെന്നൈയിലേക്ക് എത്തിപ്പെടാൻ പറ്റി. അതെന്താ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നും എത്തിപ്പെടാൻ പറ്റൂല. ഞാനായിട്ട് ഒറ്റക്കൊന്നും പോകാൻ പറ്റൂല. അത്രക്കൊന്നും ഒരു ശക്തിയൊന്നും എനിക്ക് അന്നില്ല. എന്താ പറയുക, നടക്കില്ല. തമിഴ് സംസാരിക്കും, പക്ഷെ തമിഴ് എങ്ങനെയെങ്കിലും സംസാരിക്കും. അന്ന് ജയശങ്കറിന്റെ പടം, MGRന്റെ പടം, ബാക്കി എല്ലാ തമിഴ് പടം ഒരു പടവും വിട്ട് ചരിത്രമില്ല. ഈ പടമെല്ലാം കണ്ടിട്ട് തമിഴ് അറിയാം ഏകദേശം, കുറച്ചെല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. എന്നാലും എങ്ങനെയോ എത്തിപ്പെട്ടു. ഈ കാസർഗോഡിൻ്റെ അതിരുതിരിക്കുന്നത് വിവിധ ഭാഷകളാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഭാഷകൾ ഇത്ര കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഭാഷകൾ കൈകാര്യത്തിൻ്റെ അല്ല, ഇത് ഈ 5 ഭാഷ, സപ്തഭാഷാ സംഗമഭൂമി എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ഭാഷകളുണ്ടല്ലോ, ഈ ഭാഷകൾ എല്ലാം ചേർന്ന് ഒരു ഭാഷയായിട്ട് മാറും. അത് കാസർഗോഡാണ് ഏറ്റവും അധികം. എന്താ പറഞ്ഞാൽ ആ ഭാഷ എനിക്ക് തന്നെ കേട്ടാൽ അറിയില്ല. കാഞ്ഞങ്ങാട് പ്രശ്നമില്ല, കുറച്ചല്ലോ. പക്ഷെ ഞാൻ ഭാഷ എന്ത് നാട് വിട്ടാലും എന്ത് മാറിയാലും ഭാഷ മറക്കരുത് എന്നാണ് പണ്ട് പറയുന്നത് കേട്ടത്. അതുകൊണ്ട് എൻ്റെ ഭാഷയ്ക്ക് യാതൊരു മാറ്റമില്ല, ആ പഴയ ഭാഷ തന്നെ. ഇപ്പോൾ ആരെങ്കിലും എടുത്ത് ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പറയും നിങ്ങൾ കാസർഗോഡാണല്ലേ. ആ ഐഡൻറ്റിറ്റി ഞാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ കാസർഗോഡ് വിട്ടിട്ട് ചുരുങ്ങിയത് 45 കൊല്ലത്തിൻ്റെ മേലെയായി. ഭാഷയ്ക്ക് യാതൊരു മാറ്റമില്ല. ചില സമയം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഭാഷ മനസ്സിലാവാതെ വരുമോ എന്നറിയില്ല, ക്ഷമിക്കുക. അപ്പോൾ ഏകദേശം തമിഴ് അറിയാം, ഇവിടുന്ന് പുറപ്പെടുമ്പോൾ അറിയാം, ചെറിയ അറിയാം. മദ്രാസിൽ എത്തപ്പെട്ടു, ചേട്ടനെ കണ്ടു, സിനിമയിൽ അഭിനയിച്ചു. സിനിമയിൽ അഭിനയിച്ചോ എന്ന് ചോദിച്ചാൽ അഭിനയിച്ചു. അന്ന് സിൽക്ക് സ്മിത ആദ്യമായിട്ട് അഭിനയിക്കുന്ന വയൽ, ശ്രീ ആന്റണി ഈസ്റ്റ്മാൻ്റെ വയൽ എന്ന ചിത്രത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു എൻ്റെ ബ്രദർ. അപ്പോൾ ആ ഇതിലേക്ക് നമുക്ക് ഒന്നും അറിയില്ലല്ലോ, എന്താണ് ഷൂട്ടിങ് ഒന്നും അറിയില്ല. ക്യാമറ കണ്ടിട്ടില്ല, ആർട്ടിസ്റ്റിനെ കണ്ടില്ല, ഒന്നും കണ്ടില്ല. കാസർഗോഡുകാരന് എന്ത് ക്യാമറ, എന്ത് ആർട്ടിസ്റ്റ്, ഒന്നുമില്ല. അപ്പോൾ ഞാൻ അവിടെ ചെന്നൈയിൽ ഏട്ടൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഇന്ന് ഷൂട്ടിംഗ് ഉണ്ട്, ഞാൻ ഷൂട്ടിങ്ങിന് പോവാണ്, ചില സമയം വൈകുന്നേരം വരേണ്ടി ഒരു സോങ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കാണാൻ വേണ്ടിയിട്ടായിരിക്കും. പോയി. അപ്പോൾ അവിടുത്തെ ജൂനിയർ ആർട്ടിസ്റ്റിന് 50 രൂപയായിട്ടുണ്ട് അന്ന് ഒരു ദിവസം. ശരി, ആ ഗ്രൂപ്പിൽ എന്നെയും കൊണ്ടുപോയി, എന്നെ വേറൊരു ഫ്രണ്ട്, ഇതെല്ലാം കൂടി നിന്നു ഒരു പാട്ടാണ്, ഒരു കാവടി എടുത്തിട്ടുള്ള ഒരു പാട്ട്.
ആ പാട്ട് അരുണാചലം സ്റ്റുഡിയോയിലാണ് ഷൂട്ടിങ്. ആദ്യമായിട്ട് അരുണാചലം സ്റ്റുഡിയോ കേട്ടിട്ടുണ്ട്, സിനിമയിൽ വായിക്കുമല്ലോ സ്റ്റുഡിയോ അരുണാചലം അല്ല. ആ അരുണാചലം സ്റ്റുഡിയോയിൽ പോയി ആദ്യം പോയി നിന്നു ക്യാമറേൻ്റെ മുമ്പിൽ. ഒരു വലിയ ഒരു 10-100 ആൾക്കാരുള്ള അതിലൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ഞാനും, വേറെ ഒന്നും പ്രത്യേക ഒരു ക്യാരക്ടറും ഇല്ല. അല്ല അപ്പോൾ സിൽക്ക് സ്മിതനെ കണ്ടില്ലേ? അന്ന് സിൽക്ക് സ്മിത ഇല്ല, അന്ന് സിൽക്ക് സ്മിത അല്ലല്ലോ, മീൻസ് ശരിയാ. പക്ഷേ അന്ന് സിൽക്ക് സ്മിത ഫസ്റ്റ് പടം, അപ്പോൾ സിൽക്ക് സ്മിത അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ MG സോമൻ ഉണ്ടായിരുന്നു, അതെല്ലാം അറിയാം. അപ്പോൾ ഭയങ്കര ആരാധനയോടെ നോക്കി നിന്ന് ഇങ്ങനെ പരിചയപ്പെട്ടു, ഏട്ടൻ പരിചയപ്പെടുത്തി. ഒരു സോങ്ങിൽ ഇങ്ങനെ നിൽക്കുക, കാവടി എടുത്തിട്ട് കുറേ ആൾ ആടുന്നു. അപ്പോൾ നിൽക്കും, ചില സമയം ഇൻട്രസ്റ്റ് വന്നാൽ ഇങ്ങനെ തുള്ളുക. അപ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നി, ഇയാൾ അഭിനയിക്കാൻ ശരിയാവും തോന്നുന്നില്ല എന്ന് എൻ്റെ മനസ്സിൽ തന്നെ ചെറുങ്ങനെ തോന്നി. പിന്നെ ഏട്ടൻ ഈ ആഡ് ഫിലിംസ് കുറേ ചെയ്യുന്നുണ്ട്. അന്ന് ചെറുപ്പത്തിൽ നല്ല ഹെയറും, ഇപ്പോഴും ഹെയർ ഉണ്ട്, ഞാൻ ട്രിം ചെയ്ത നല്ല ഹെയറായിരുന്നു. ഹെയർ നല്ല അമിതാഭ് ബച്ചൻ്റെ ഒരു സ്റ്റൈൽ, അമിതാഭ് ബച്ചനോടുള്ള ആരാധന മൂത്ത് ആ സ്റ്റൈലിലാണ്. ഫുൾ നല്ല കട്ടിങ്സും അത് ഇതെല്ലാം വെച്ച് നല്ല ഗ്ലാമർ ആയിരുന്നു, സുന്ദരനായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നത് കേട്ടു, എനിക്കറിയില്ല. അപ്പോൾ എന്നെ ബ്രദർ തന്നെ പറഞ്ഞു എന്നോട്, ടെക്സ്റ്റൈലിൻ്റെ പരസ്യം വരുമ്പോൾ അതിൽ മോഡലിങ് ചെയ്യാൻ പോയി ചെയ്തു. ക്യാമറ സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിറക്കാൻ തുടങ്ങും, പ്രശ്നം. ഡയലോഗ് ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഡയലോഗ് പറഞ്ഞാൽ പിന്നെ തീർന്നു, ക്ഷീണ. അന്ന് അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു പനി വരുന്ന മാതിരിയാണ്, പേടിച്ച്. അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്, ഒരു ലേഡീനെ പിടിച്ച്. ഇതെല്ലാം കൂടിയാകുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണുന്ന ഇതിങ്ങനത്തെ എല്ലാം, അതുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ ലേഡീനെ പിടിച്ചെന്ന് പറഞ്ഞാൽ ബലാത്സംഗ സംഭവം? അയ്യോ അല്ല, മോഡലാകുമ്പോൾ ഇങ്ങനെ താങ്ങി പിടിച്ച് അത് ഇത് മോഡൽ ആഡ് ഫിലിമിലായിരുന്നു. അതെ അതെ, എൻ്റെ ഈശ്വര. സിനിമയിൽ ലേഡീനെ പിടിച്ചു എന്ന് പറഞ്ഞപ്പോഴേ ഇല്ല, അത് അങ്ങനെ, അത് കാസർഗോഡ് ഭാഷയാണ്, സോറി, ക്ഷമിക്കുക. അല്ല, പിന്നീട് സിനിമയിൽ അഭിനയിച്ചില്ല? അപ്പോൾ ഈ പിന്നീട് ഞാൻ വയൽ കഴിഞ്ഞിട്ട് പിന്നെ വയൽ കഴിഞ്ഞ് ഞാൻ ഏതോ പടത്തിൽ നായകനായില്ലേ? ഇല്ല ഇല്ല ഇല്ല, ആഗ്രഹം ഉണ്ടായിരുന്നു. വയൽ കഴിഞ്ഞ് ഞാൻ ഒരു സ്റ്റുഡിയോ, അത് ഒരു ഫോട്ടോഗ്രാഫി. അപ്പോൾ ഏകദേശം എൻ്റെ മനസ്സിൽ ഇത് വന്നു, എന്തായാലും ഇതൊന്നും നടക്കൂല, എല്ലാവരും ഈ ആൽബം എടുത്ത് രാവിലെ നടക്കുക, ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു തോന്നിയില്ല. അപ്പോൾ എനിക്കൊരു മോഹം, ഫോട്ടോഗ്രാഫിയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ബാലുമഹേന്ദ്രൻ്റെ പടമെല്ലാം ഞാൻ നോട്ട് ചെയ്ത പടം. ബിപിൻ ദാസ് എല്ലാം ഈ നാനേൻ്റെ സെൻട്രൽ സ്പ്രെഡിൽ ഒരു പ്രാവശ്യം ഞാൻ നോക്കുന്ന സമയത്ത് അന്ന് ഈ പാതി സെൻട്രൽ സ്പ്രെഡിൽ ഒരു പകുതി ഈ ബിപിൻ ദാസ് ഫോട്ടോഗ്രാഫിക്ക് അവാർഡ് മേടിച്ചതിൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് വാങ്ങുന്നത്, ഇതെല്ലാം കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ വെറുതെ ഒരു കുഞ്ഞു മോഹം, വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം, ആ മോഹിക്കാമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ചെറുങ്ങനെ അന്ന് ഒരു മോഹം വന്നു ഫോട്ടോഗ്രാഫിയോട്, ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. ക്യാമറ ഒന്നും അന്ന് കണ്ടുമില്ല, ഒന്നുമില്ല. പക്ഷേ ഞാൻ അങ്ങനെ എത്തിപ്പെടുക, എൻ്റെ ബ്രദറിൻ്റെ കെയർ ഓഫിൽ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ചെന്നൈയിൽ. നമുക്കൊരു വലിയൊരു സ്റ്റുഡിയോ ഉണ്ട്, റെയ്മണ്ട് സ്റ്റുഡിയോ ഉണ്ട്. ഈ റെയ്മണ്ട് സർക്കസ്, ജംബോ സർക്കസ്, കമൽ സർക്കസ്, അങ്ങനത്തെ കുറേ സർക്കസിൻ്റെ എല്ലാം മുതലാളീൻ്റെ മരുമകൻ്റെ ആണ്, തലശ്ശേരിക്കാരനാണ്. അപ്പോൾ അവരുടെ സ്റ്റുഡിയോ, ആ സ്റ്റുഡിയോയിൽ ഞാൻ അപ്രൻറ്റീസായി ചേർന്നു. ഫോട്ടോഗ്രാഫിയുടെ ബാലപാഠം പഠിക്കുക, എന്താണ് അപ്പറേച്ചർ, എന്താണ് ഷട്ടർ സ്പീഡ്, എന്താണ് ഫ്രെയിം, ഇതെല്ലാം എന്താണ് ലൈറ്റ്, ഇതെല്ലാം ആ ബാലപാഠങ്ങൾ ഞാൻ പഠിച്ചു വന്ന അവിടെ പ്രിയപ്പെട്ട രഘുവേട്ടൻ തലശ്ശേരിയിൽ എൻ്റെ ഗുരുനാഥനാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ, ശ്രീ രമാകാന്ത് തമിഴനാണ്. ഇവരുടെ എല്ലാം കൂടെ പ്രിൻ്റ് ചെയ്യാനും അങ്ങനെ പല ഇതും. അന്നൊന്നും കളറ് വന്നില്ല, കളറ് വരുന്ന സമയം. ആ സമയത്ത് കുറേ ആർട്ടിസ്റ്റ് എല്ലാം വരുമ്പോൾ ഇവിടെ അങ്ങനെ അവരുമായിട്ടുള്ള പരിചയം, ശങ്കർ, രാജ്കുമാർ, അങ്ങനെ പല ആർട്ടിസ്റ്റുമായിട്ടുള്ള ബന്ധങ്ങൾ ആ സ്റ്റുഡിയോയിൽ വരും. എന്താ പറഞ്ഞാൽ അന്ന് സ്റ്റാർ സ്റ്റൈലിൽ ഒരു PRO ആയിരുന്നു ശേഖർ എന്ന് പറയുന്നത്, വി ശേഖർ. പഴയ ശ്രദ്ധിച്ചാൽ അറിയാം, ഭയങ്കര ഇംഗ്ലീഷ് ഭയങ്കര നോളജാണ് അദ്ദേഹം പല ആർട്ടിസ്റ്റിനെയും അവിടെ കൊണ്ടുവരും. അങ്ങനെ അവരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റുഡിയോ ഒരു സിനിമ സ്റ്റുഡിയോ മാതിരി തന്നെ. അങ്ങനെയാണ് ഞാൻ അവിടെ ആദ്യം എത്തിപ്പെടുന്നത്. അവിടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി? സ്റ്റിൽ ഫോട്ടോഗ്രാഫറായില്ല, എൻ്റെ ഉദ്ദേശം സിനിമയാണ്. ആ സമയത്താണ് എൻ്റെ അടുത്ത ബന്ധുവിനെ കല്യാണം കഴിച്ചത് ശ്രീ വിജയൻ, മീശ വിജയൻ, തമിഴ് ഭാരതരാജ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. കിഴക്കേക്ക് പോകും ട്രെയിൻ. അങ്ങനെയാണ് ഉതിരിപ്പൂക്കൾ, അങ്ങനെ പല സൂപ്പർ സ്റ്റാർ രജനീകാന്തിനും മേലെ ഉണ്ടായിരുന്നു.
വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ ഞെട്ടും, അതൊരു കാലം. അതെ, പുള്ളി മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട് കുറേ പടം ചെയ്തിട്ടുണ്ട്. മൂപ്പര് തിരൂറുകാരനാണ്. അപ്പോൾ ഈ ഞാൻ ചെന്നൈയിലേക്ക് 81 ഫെബ്രുവരിയിലാണ് ചെന്നൈയിലേക്ക് വണ്ടി കയറുന്നത്. അതിന് 2-3 മാസം മുമ്പെയാണ് എൻ്റെ അനിയത്തീൻ്റെ കല്യാണം. അനിയത്തി പറഞ്ഞാൽ എൻ്റെ ഇളയപ്പൻ്റെ മകൾ കല്യാണം കഴിക്കുന്നത് വിജയൻ. അപ്പോൾ ഇത് ഒരു സപ്പോർട്ടായി എനിക്കവിടെ. അപ്പോൾ വിജയൻ എന്ന് പറയുന്നത് എൻ്റെ ഇളയപ്പൻ എന്ന് പറഞ്ഞാൽ ER നയനാർ, EK നയനാറിൻ്റെ അനിയൻ്റെ മകളാണ് ഈ മുഖ്യമന്ത്രി. അതെ, മുഖ്യമന്ത്രി. അത് വേറൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഈ വിജയേട്ടൻ്റെ അവിടെ ചെന്നൈയിൽ വെച്ച് വിജയേട്ടനായിട്ടുള്ള പരിചയം, എൻ്റെ ഏട്ടനുമായിട്ട് വലിയ ലോകിയായിരുന്നു ആ സമയത്ത്. അങ്ങനെ അവിടെ വെച്ച് വിജയേട്ടൻ എന്നെ ക്യാമറാമാൻ ആണെന്നുള്ള ഒരു മോഹം കൊണ്ട് വിജയേട്ടൻ എന്ത് ചെയ്തു പറഞ്ഞാൽ KB ദയാളൻ എന്ന് പറഞ്ഞ ലിസ എല്ലാം പടം ചെയ്തിട്ടുണ്ടാവും. അന്നത്തെ പ്രശസ്ത ക്യാമറ, ഒന്നും പ്രശസ്ത ജയൻ്റെ പടങ്ങൾ, ലവ് ഇൻ സിംഗപ്പൂർ, നിറയെ പടങ്ങൾ. ജയൻ്റെ എല്ലാം ഏകദേശം പടങ്ങൾ, ഫൈറ്റും അത് ഇതെല്ലാം എടുത്ത് ഭയങ്കര ത്രില്ല് ചെയ്യുന്ന നമ്മുടെ ജെ വില്യംസിൻ്റെ ഗ്രൂപ്പിലുള്ള ഒരാളാണ് KB ദയാളൻ. ഇയാളുടെ കൂടെ എന്നെ ചേർത്തു. അങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ പടമാണ് മലയാളത്തിൽ അസിസ്റ്റൻ്റായി ചെയ്യുന്ന പടമാണ് NH-47, നമ്മുടെ സാജൻ സാറ്. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ അദ്ദേഹത്തിനെ കണ്ടു, ഇങ്ങനെ പറഞ്ഞു ഓർമ്മിപ്പിച്ചു, ഇങ്ങനെ NH-47 ഞാൻ വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അതെൻ്റെ അപ്രൻറ്റീസായിട്ടുള്ള രണ്ടാമത്തെ പടം. ഫസ്റ്റ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു അനുഭവമുണ്ട്. അത് പിന്നത്തെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയാം, വേറൊരു സംഭവം. അത് കുറച്ച് പറയാനല്ല. അല്ലേ NH അല്ലേ ഫസ്റ്റ് പടം? അതെ, NH പടം റിലീസായ ഫസ്റ്റ് പടം. ടൈറ്റിൽ വരുന്നത് അസിസ്റ്റന്റ് ക്യാമറാമാൻ എന്ന്, അപ്രന്റീസ് ഒന്നുമല്ല. അത് ജസ്റ്റ് അങ്ങനെ വന്നു, പടം റിലീസായി, പടം തരക്കേടില്ലാതെ കൂടി. അപ്പോൾ നാട്ടിൽ ചുമരിലൊന്നും വരില്ല, സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, വളരെ സന്തോഷിച്ച് നടന്നൊരു കാലം. അങ്ങനെ സിനിമകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തു കൊണ്ടുവന്നു ഇവിടം വരെ എത്തി. ഈ NH-47 കഴിഞ്ഞിട്ടുള്ളൊരു ട്രാവലിംഗ് ഞാൻ പറയാം. ഈ NH-47 കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബേബി അണ്ണൻ്റെ, നമ്മുടെ ബേബി ലിസ ബേബി, മൂപ്പരുടെ ഒരു പടത്തിൽ എന്നെ അസിസ്റ്റൻ്റായിട്ട് വിളിക്കുന്നു. മീൻസ് ക്യാമറാമാൻ സന്തു റോയ് എന്നായിരുന്നു ക്യാമറാമാൻ്റെ പേര്. സാധാരണ ഈ വേറൊരു ക്യാമറാമാൻ ഉണ്ടാകുമ്പോൾ അവരെ വിട്ട് പോവില്ല. ഇത് പിന്നെ ആ ബന്ധത്തിൻ്റെ മുകളിൽ എൻ്റെ ചീഫ് വിട്ടു. സന്തു റോയ്, ദേവശ്രീ റോയ് എന്നെല്ലാം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. 36 ചൗരംഗി ലൈൻ എന്നെല്ലാം പറയുന്നത് ബംഗാളി പടം. അതിൽ സന്തു റോയ് എന്ന് പറഞ്ഞ ആള് അശോക് കുമാറിൻ്റെ അസിസ്റ്റൻ്റാണ്. അത് ബേബിണ്ണൻ്റെ ചില പടങ്ങളെല്ലാം ഉപരി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. ശ്രീനാഥ്, മാധുരി എല്ലാം അഭിനയിച്ച ഒരു ക്ലാസ് പടം. ദൈവത്തിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ദൈവമായി മാറുന്ന ഒരു സംഭവം. നല്ലൊരു കഥയാണ്. പക്ഷെ പടം വലിയ ഓടിയിട്ടൊന്നുമില്ല. എന്നാലും ആ പടത്തിൽ ഞാൻ അസിസ്റ്റൻ്റായി പോയി. അങ്ങനെ അത് കഴിഞ്ഞു. ഇങ്ങനെ കണ്ടിന്യൂ പടങ്ങൾ മലയാളം വന്നു. അവിടെ കുറച്ച് പടങ്ങൾ ചെയ്തു. പിന്നെ ചെയ്ത പടങ്ങളൊന്നും എനിക്ക് അത്ര വലിയ ഇതില്ല. എന്താ പറഞ്ഞാൽ അതിൻ്റെ ശേഷം ഞങ്ങൾ തമിഴിൽ ബിസിയായി. എൻ്റെ ഗുരു ഫസ്റ്റ് പടം തമിഴിൽ പൂക്കളെ പറിക്കാതിരികൾ എന്ന് പറയുന്നത് വി അളകപ്പൻ ചെയ്തത് സൂപ്പർ ഹിറ്റ് പടം. സൂപ്പർ ഹിറ്റ് പറഞ്ഞാൽ ഒരു 250 ദിവസം കൂടിയ പടം. അങ്ങനെ കണ്ടിന്യൂ ആയി. രാജകാളിയമ്മൻ ഫിലിംസ് എന്ന് പറഞ്ഞാൽ പിന്നെ തമിഴിലായി എൻ്റെ ശ്രദ്ധകൾ. മലയാളമായിട്ട് ബന്ധങ്ങളില്ല. അതിൻ്റെ ഇടയിൽ വേറൊരു പടം എനിക്ക് പറയാൻ, നസീർ സാറിൻ്റെ ഒരു പടം എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. ഞാൻ അസിസ്റ്റൻ്റാണ്, ക്യാമറ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞാൻ വെച്ചില്ല. കുരിശ് യുദ്ധം എന്ന് പറയുന്ന ഒരു പടം. ഡയറക്ടർ ബേബിയാണ്, പ്രൊഡ്യൂസർ പുഷ്പരാജ്, പഴയൊരു പുഷ്പരാജ്. അദ്ദേഹത്തിൻ്റെ പടം ഈ പോസ്റ്റ്മോർട്ടം. അങ്ങനെ നസീർ സാറിൻ്റെ പടം ചെയ്തു. കുരിശുദ്ധം സിനിമാസ്കോപ്പാണ്. സിനിമാസ്കോപ്പ് എനിക്കൊന്ന് 2ാമത്തതോ 3ാമത്തതോ അങ്ങനെ എന്താ മലയാളത്തിൽ. ഇത് ചെയ്ത അതിൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ മധു സാറ്, നസീർ സാറ്, മോഹൻലാൽ. അന്ന് ലാലേട്ടൻ നമ്മുടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞ് അടുത്ത 2ാമത്തെ പടമോ 3ാമത്തെ പടമോ അങ്ങനെ എന്തോ. അപ്പോൾ മൂപ്പര് വലിയ അറിവൊന്നുമില്ല, മൂപ്പര് ഇങ്ങനെ കിടക്കുന്നുണ്ട്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഞാൻ കണ്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫോട്ടോ എടുക്കൽ അന്നൊന്നും വലിയ ഇതില്ല. ഇന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ, ആരും ഫോട്ടോ എടുത്താൽ നമുക്ക് തരില്ല. അങ്ങനെ അന്ന് ആ സമയത്ത് ഒരു ഫോട്ടോ എടുത്തു ഞാൻ. അതിപ്പോൾ എൻ്റെ അടുത്തുണ്ട് ആ ഫോട്ടോ. അത് ആ പടത്തിൻ്റെ അല്ല, വേറൊരു പടത്തിൻ്റെത്. അപ്പോൾ ഒരു പടം ഉള്ളതുകൊണ്ട് പിന്നെ ആയതിൽ നിന്ന് ഞാൻ വേറൊരു സ്റ്റിൽ എടുത്തില്ല. അത് ആ പടം വർക്ക് ചെയ്ത് ശശികുമാറിൻ്റെ ശോഭരാജ് ആയിരുന്നു. ശോഭരാജ് ക്യാമറാമാൻ വില്യംസ് ആയിരുന്നു എന്ന് എനിക്കൊരു അറിയില്ല, ഓർമ്മയില്ല. ഞങ്ങൾ 2ാമത്തെ ഇതിൽ എൻ്റെ ഗുരു വർക്ക് ചെയ്തതാണ്, സെക്കൻഡ് ഷെഡ്യൂൾ. അങ്ങനെ ലാലേട്ടനായിട്ടിലെ അന്ന് ഞാൻ അസിസ്റ്റൻ്റ്, മൂപ്പര് വരുന്ന ഒരു
ആർട്ടിസ്റ്റ് അല്ലേ. അപ്പം അങ്ങനെ ആ പടത്തിൽ ഡേ ആൻഡ് നൈറ്റ് ഷൂട്ടിങ് ഭയങ്കരം സെറ്റപ്പ്, അത് ഭയങ്കരം എമൗണ്ട് മുടക്കിയിട്ടുള്ളൊരു പടമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അതിൻ്റെ ശേഷം പിന്നെ കണ്ടിന്യൂ മലയാളത്തിൽ കുറച്ച് കുറവായിരുന്നു. പിന്നെ അതിൽ ഇപ്പം നമ്മൾക്ക് പറയാൻ പറ്റുന്ന എന്താ പറഞ്ഞാൽ മലയാളത്തിൻ്റെ മഹാനടനായ പ്രേം നസീർ സാറിനെ പറ്റിയിട്ട് ഒരു 2 വാക്ക് പറഞ്ഞില്ലേ അത് വളരെ മോശം. എന്ന് പറഞ്ഞാൽ നസീർ സാറിനെ ഏറ്റവും വലിയ ആരാധിച്ച് നടന്നതാണ്. സിനിമയെന്ന് പറഞ്ഞാൽ നസീർ സാറിൻ്റെ പടം വന്നു എന്ന് പറഞ്ഞാൽ അന്ന് അഭിനയത്തിനില്ല, അദ്ദേഹത്തിൻ്റെ ആ പാട്ട് പാടിയ യേശുദാസ് അല്ലല്ലോ പാടുന്നത്. നമുക്ക് ഒന്നും മാച്ച് ജീവിതത്തിൽ അത് ഒരിക്കലും 2 സൗണ്ടും വ്യത്യസ്തമില്ല, ഇല്ല, ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അത് നസീർ സാറിൻ്റെ പാടിയത്. അങ്ങനെ നസീർ സാറുമായിട്ടുള്ള ബന്ധം എത്ര എളിയ മനുഷ്യൻ. നമ്മൾ വലിയൊരു ആർട്ടിസ്റ്റ്, നമ്മൾ പോയി സംസാരിച്ചാൽ എവിടെയാണ്, എന്താണ്, എങ്ങനെ, അപ്പോൾ നമ്മൾ പറയും നാട്ടിൽ ഇങ്ങനെ പടം കണ്ടതും അതിലത്തെ ഫൈറ്റും ഇതിൽ കേട്ട് രസിച്ചിരിക്കുകയാണ്. അത് പറയാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ സത്യം ഇത്രയും നല്ലൊരു മനുഷ്യൻ ജീവിതത്തിൽ പരിചയപ്പെട്ട് നസീർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത് മഹാഭാഗ്യം. പിന്നീട് ഇപ്പോൾ ഇത്രയും വർഷം പിന്നിട്ടല്ലോ, ഇപ്പോൾ ഏതാണ്ട് ഒരു 35 വർഷം കടന്നു, അല്ല 35-40 വർഷം കടന്നു. അതുപോലത്തെ ഒരാളെ വേറെ കണ്ടുമുട്ടിയോ? ഇല്ല. അത് ആ ലെവലിലേക്ക് എത്തുന്ന ഒരു ആർട്ടിസ്റ്റും ഇന്ന് മലയാള സിനിമയിൽ ഇല്ല. നസീർ സാറിന് മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് മാത്രം പറയാൻ പറ്റും. അയ്യോ, ആർട്ടിസ്റ്റ് അല്ല, എന്താ മനുഷ്യൻ എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപ നസീർ. അത് വാക്കുകളില്ല, എന്ന് ഞാൻ പറഞ്ഞ് അറിയിക്കേണ്ടതല്ല, അത് അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. അല്ല, നസീർ എന്ന് മാത്രമായിട്ട് പറയില്ല. ഇപ്പോൾ നസീർ എന്ന് പറയുമ്പോൾ തന്നെ നസീർ സാർ എന്ന് ചേർത്തേ പറയുള്ളൂ. അതെ, കാരണം വെറുതെ ഒരു പ്രേം നസീർ എന്നോ അങ്ങനെ പറയില്ല. പരിചയമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ പറയുമ്പോൾ നസീർ സാർ എന്ന് പറയും. പിന്നെ മധുസാറിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റി, ഇത് എൻ്റെ ഭാഗ്യമാണ്. മധുസാറിനെല്ലാം എവിടെയോ ടാക്കീസിൽ കുത്തിയിട്ട് തറയിലിരുന്നിട്ട് സ്വപ്നം കണ്ടവനാ മധുസാറിനെല്ലാം. ഞാൻ പടം മുഖത്ത് ഞാൻ ക്യാമറ വെച്ചു, അത് അഭിമാനമല്ലേ എനിക്ക്. പിന്നെ എന്താ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ക്യാമറ വെക്കുക പറഞ്ഞാൽ ഇത് പ്രണയനിലാവ് വിനയേട്ടൻ്റെ ആ പടത്തിൽ ഞാൻ ചെയ്തു. സ്ക്രീനിൽ കണ്ട ആ മുഖത്ത് ഡയറക്റ്റ് ക്യാമറ എം.എൻ. നമ്പ്യാറല്ലേ ഇവിടെ കിടക്കുക. MGR-ആയിട്ട് ഫൈറ്റ് കൊടുത്ത് ഇതെല്ലാം ലോക്കൽ തിയേറ്ററിൽ ഇരുന്ന് ഫൈറ്റ് ചെയ്ത നമ്പ്യാരെ കണ്ട് ഫൈറ്റ് ചെയ്ത ആളാ. അതല്ലാതെ ജയശങ്കർ, CID ശങ്കർ എന്ന് പറയുന്ന പടങ്ങൾ, ഗംഗ, ഈ പടമെല്ലാം ഭയങ്കരം കൗബോയ് പടം. ജെയിംസ് ബോണ്ടല്ലേ പഴയ, തമിഴിലെ ജെയിംസ് ബോണ്ടാ ജയശങ്കർ. പിന്നെ ഷീലമ്മ, ജയഭാരതി, ഇവരുടെ എല്ലാം പടം ഞാൻ ഇവരുടെ ഫേസിൽ ഞാൻ ക്യാമറ വെച്ചു. ഷീല ചേച്ചിൻ്റെ ഒരു പടം ഞാൻ അസിസ്റ്റൻ്റ് ക്യാമറാമാനായിരുന്നു. ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന തമിഴിൽ ചെയ്ത ഒരു പടമാണ്. ആ പടത്തിന് ഞാൻ അസിസ്റ്റൻ്റ് ക്യാമറാമാനാണ്. അതിൻ്റെ ശേഷം നമ്മുടെ മധുസാറിൻ്റെ പതാകയിൽ അവരുടെ ഫേസിൽ ഞാൻ ക്യാമറ വെച്ചു. സൂര്യപുത്രൻ എന്ന പടത്തിൽ ജയഭാരതി ചേച്ചീൻ്റെ ഫേസിൽ ക്യാമറ വെച്ചു. ഇതെല്ലാം മഹാഭാഗ്യമല്ലേ, നമ്മൾ സ്ക്രീനിൽ കണ്ട ആർട്ടിസ്റ്റ്. അത് സത്യമായിട്ടും ഒരു ഭാഗ്യം തന്നെ.